ഇറാൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള കത്തോലിക്ക പിന്തുണ 50% താഴെയായി കുറഞ്ഞതായി സർവേ റിപ്പോർട്ട്. ഇറാനുമായുള്ള സംഘർഷം അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുൾപ്പെടെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രകടനത്തെ കത്തോലിക്കർ അംഗീകരിക്കുന്നില്ല എന്ന് ഈ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2024 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭൂരിപക്ഷം കത്തോലിക്ക വോട്ടർമാരുടെയും പിന്തുണയോടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഇറാനെതിരായ US യുദ്ധത്തിനു ശേഷം കത്തോലിക്കരിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ 50% താഴെയായി കുറഞ്ഞതായി സർവേ റിപ്പോർട്ട് കാണിക്കുന്നു. റിപ്പബ്ലിക്കൻ പോൾസ്റ്റാർ ഷാ ആൻഡ് കമ്പനി റിസർച്ചും ഡെമോക്രാറ്റിക് പോൾസ്റ്റാർ ബീക്കൺ റിസർച്ചും സംയുക്തമായി മാർച്ച് 20 മുതൽ 23 വരെ തീയതികളിൽ നടത്തിയ സർവേയിൽ 48% കത്തോലിക്ക വോട്ടർമാർ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിനെ അംഗീകരിക്കുന്നതായും 52% പേർ അംഗീകരിക്കുന്നില്ലെന്നും കണ്ടെത്തി. 23% കത്തോലിക്കർ അദ്ദേഹം ചെയ്യുന്ന ജോലിയെ ശക്തമായി അംഗീകരിക്കുന്നു. 25% പേർ ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. 12% പേർ ഒരു പരിധിവരെ വിയോജിക്കുന്നു. 40% പേർ ശക്തമായി വിയോജിക്കുന്നുവെന്ന് സർവേ റിപ്പോർട്ട് കണ്ടെത്തി. ഇറാനിൽ യുദ്ധത്തിന് പകരം സമാധാനവും നയതന്ത്രവും പിന്തുടരുവാൻ ട്രംപിനെ ലയോ 14 പാപ്പയും അമേരിക്കയിലും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക ബിഷപ്പുമാരും പ്രോത്സാഹിപ്പിച്ചു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഏപ്രിൽ 10 എക്സിൽ നടത്തിയ ഒരു പോസ്റ്റിൽ പരിശുദ്ധ പിതാവ് കൂടുതൽ നയതന്ത്രത്തിനുള്ള തന്റെ ആഹ്വാനം പ്രതിധ്വനിപ്പിച്ചു. ദൈവം ഒരു സംഘടനത്തെയും അനുഗ്രഹിക്കുന്നില്ല എന്ന് പാപ്പ പറഞ്ഞു. സമാധാന രാജാവായ ക്രിസ്തുവിന്റെ ശിഷ്യനായ ആരും ഒരിക്കലും വാളെടുക്കില്ല. ദൈവം യുദ്ധം ചെയ്യുന്നവരുടെ പക്ഷത്തല്ല. സൈനിക നടപടി സ്വാതന്ത്ര്യത്തിനോ സമാധാനത്തിനോ ഇടം സൃഷ്ടിക്കില്ല. അത് ജനങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെയും സംഭാഷണത്തിന്റെയും ക്ഷമാപൂർവമായ പ്രോത്സാഹനത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂവെന്നും പാപ്പ പറഞ്ഞിരുന്നു. അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ ട്രംപിന് പിന്തുണ കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് ഈ സർവേ. വോട്ടർമാരിൽ 41% പേർ മാത്രമേ ട്രംപിനെ പിന്തുണയ്ക്കുന്നുള്ളൂവെന്നും 59% പേർ വിയോജിക്കുന്നുണ്ടെന്നും സർവേ കണ്ടെത്തി.